ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറിയും ഒരു നാടൻ കറിയാണ്. പക്ഷെ ഇതൊരു മോരുകറിയാണ് കേട്ടോ. ഒഴിച്ചുകറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങ അരച്ച ഒഴിച്ചുകറിയല്ല, മോരുകറിയാണ്. വെള്ളരിക്കയും തക്കാളിയും ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു മോരുകറി ഉണ്ടാക്കുന്നത്. തേങ്ങയൊന്നും അരയ്ക്കേണ്ട. അപ്പോൾ എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എങ്ങനെയാണ് നമുക്ക് ഈ മോരുകറി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു വെള്ളരിക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മുഴുവൻ വേണ്ട കേട്ടോ, 1/4 കിലോ വെള്ളരിക്ക മതി. അതിലേക്കായിട്ട് ഒരു തക്കാളി, ഒരു 3-4 പച്ചമുളക്, നമ്മുടെ പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച്. എന്താണെന്ന് വെച്ചാൽ ചില പച്ചമുളകിന് നല്ല എരിവുണ്ടാവും, ഈ പച്ചമുളകിന് എരിവ് കുറവാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 4 പച്ചമുളക് എടുത്തിട്ടുള്ളത്. കുറച്ച് ഉള്ളി, ഒരു 2-3 ഉള്ളി മതി. പിന്നെ വേണ്ടത് തൈര്, അധികം പുളി ഇല്ലാത്ത തൈര് വേണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ വെള്ളരിക്കയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ കറി റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ നമ്മൾ നമ്മുടെ വെള്ളരിക്കയും അതുപോലെ തന്നെ തക്കാളിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തക്കാളി ഇതാ ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, ചെറിയ പീസായിട്ട്. അതുപോലെ തന്നെ വെള്ളരിക്കയും ഒരുപാട് വലിപ്പമില്ലാത്ത പീസുകളായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്, ഈ ഒരു വലിപ്പത്തിൽ. ഇനി നമുക്ക് വെള്ളരിക്ക ആദ്യം കുക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളരിക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇത് കുക്കറിൽ വേവിക്കുക കേട്ടോ. കുക്കറിൽ വേവിക്കുമ്പോൾ വെള്ളരിക്ക ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ചട്ടിയിലാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് ഒരു 4-5 ഇതൾ കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർക്കാം. പിന്നെ വെള്ളരിക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ആവശ്യത്തിന് വെള്ളം. നമ്മൾ തക്കാളി വേവാനും കൂടി ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പച്ചമുളകാണ്. നമ്മൾ അധികം മുളക് പൊടി ചേർക്കുന്നില്ല, പച്ചമുളകിൻ്റെ എരിവാണ് കൂടുതലായിട്ടുണ്ടാവുക. അപ്പോൾ പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതലാണെങ്കിൽ എടുത്ത് മാറ്റാൻ പാകത്തിനാണ് നമ്മൾ വലുതായിട്ട് തന്നെ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വെള്ളരിക്ക ഹാഫ് കുക്കായി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളരിക്ക ഒരു 1/4 ഭാഗം കുക്കായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളിയും കൂടി ചേർന്ന് ഒന്ന് കുക്കായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തൈര് ചേർക്കണം. അപ്പോൾ തൈര് മിക്സിയിൽ അടിക്കരുത്, മിക്സിയിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ വല്ലാതെ ലൂസായിപ്പോവും. അപ്പോൾ ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ, അതായിരിക്കും ഏറ്റവും നല്ലത്. നല്ല കട്ടിയുള്ള തൈരാണെങ്കിൽ മാത്രം മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. ചെറിയ തിക്നെസ് ഉള്ള തൈരാണെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ചൊന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ ഇനി ഈ തക്കാളിയും കൂടി ചേർന്നൊന്ന് കുക്കായി വരട്ടെ. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളിയും ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്ത് വയ്ക്കുക. നമ്മുടെ തക്കാളിയും ചേർത്തിട്ട് തക്കാളിയും ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഒരുപാട് ഉടഞ്ഞു പോകുന്ന രീതിയിൽ തക്കാളി കുക്കാവേണ്ട. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് ജീരകപ്പൊടിയാണ്. ജീരകം, നല്ല ജീരകം ഉണ്ടല്ലോ നമ്മുടെ ക്യുമിൻ സീഡ്സ്, അത് പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്, അതൊരു 2 പിഞ്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ചട്ടിയുടെ ചൂടിൽ തന്നെ ആ പൊടികളൊക്കെ ഒന്ന് കുക്കായി വന്നോളും. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ നമ്മുടെ തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ, ഉടച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തേങ്ങ അരച്ചാണ് വെക്കുന്നതെങ്കിൽ അരപ്പും കൂടി ചേർത്ത് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം മാത്രം തൈര് ചേർത്ത് കൊടുക്കുക. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ അരപ്പ് ചേർത്ത് കുക്ക് ചെയ്യുക. അരപ്പ് ചേർത്ത് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അരപ്പ് നന്നായിട്ടൊന്ന് ആ റോ ടേസ്റ്റൊക്കെ മാറി കുക്കായി വന്നു കഴിയുമ്പോൾ ഇതുപോലെ തൈര് ഉടച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് തൈര് ചേർക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ വെള്ളരിക്ക തക്കാളി മോരുകറി റെഡി ആയി കഴിഞ്ഞു. കുറച്ച് കുറുകിയിരിക്കുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഈ ഒരു മോരുകറി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോരുകറിക്ക് ആ ഒരു തിക്നെസ് വേണമല്ലോ, അതുകൊണ്ടാണ് കുറച്ച് കുറുകിയിരിക്കുന്ന രീതിയിൽ റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസായിട്ട് മതിയെന്നുണ്ടെങ്കിൽ തൈരിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് ഉടയ്ക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി ലൂസായിട്ടുള്ള രീതിയിലുള്ള മോരുകറി ആവും. ഇനിയിപ്പോൾ നമുക്ക് ഉപ്പും പുളിയും എല്ലാം ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക, പുളി കൂടുതലാണെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർക്കുക. എരിവൊക്കെ ആവശ്യത്തിന് ഉണ്ടാവും. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ.
ഉപ്പ് കുറവാണ്, ഉപ്പ് ചേർത്ത് കൊടുക്കണം. പുളിയെല്ലാം കറക്റ്റാണ്. ഇനിയിപ്പോൾ നമ്മൾ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. പുളി കൂടുതലാണെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വറവിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ വറവിടാനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഉള്ളി ഉണ്ടല്ലോ, അതൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഇനി ഉള്ളി ഒന്ന് കളർ ചേഞ്ച് ആയി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. നമ്മുടെ കറിക്ക് ഒരുപാട് മഞ്ഞ കളറൊന്നുമില്ല, വളരെ ചെറിയൊരു മഞ്ഞ കളറേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഇതിൽ ചെയ്യുന്ന പോലെ വറവിടുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് വറവിട്ടെടുക്കുക. അങ്ങനെ 2 രീതിയിലും നമുക്ക് കറിയുടെ കളറ് കൂട്ടിയെടുക്കാവുന്നതാണ്. ഉള്ളിയൊക്കെ ഒന്ന് കുക്കായി തുടങ്ങുമ്പോൾ തന്നെ നമുക്കിനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക്, ഞാനൊരു 4 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളി ഒന്ന് നന്നായിട്ട് കളർ ചേഞ്ച് ആയി വരണം. ഒരുപാട് ഡാർക്ക് ബ്രൗൺ ആയി പോകണ്ട. അതിന് മുന്നേ ആയിട്ട് നമുക്കിതിലേക്ക് നമ്മൾ പറഞ്ഞില്ലേ മഞ്ഞൾപ്പൊടി ചേർക്കുക എന്നുള്ളത്, ആ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ മുളക് പൊടി ചേർത്തിട്ട് വറവിടാനാണ് താല്പര്യമെങ്കിലും മുളക് പൊടി ചേർത്തിട്ട് വറവിടാം, ഇല്ലെങ്കിൽ ഇതുപോലെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് വറവിടാം. അപ്പോൾ മുളക് പൊടി ഞാൻ ചേർക്കാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് എരിവുണ്ട് നമ്മുടെ മോരുകറിക്ക്. പിന്നെ ഇനിയും മുളക് പൊടി ചേർത്ത് വറവിടുമ്പോൾ വീണ്ടും എരിവ് കൂടിപ്പോവും. അപ്പോൾ മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തിട്ട് വറവിടുകയാണെങ്കിൽ കറക്റ്റായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ മോരുകറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള മോരുകറിയാണ്. ചോറിൻ്റെ കൂടെ വളരെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ ഈ ഒരു മോരുകറിയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇപ്പോൾ കണ്ടോ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് കളർ ചേഞ്ച് ആയി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം മഞ്ഞൾപ്പൊടി ആണെങ്കിലും മുളക് പൊടി ആണെങ്കിലും ചേർത്ത് കൊടുക്കാൻ. ഇനി മഞ്ഞൾപ്പൊടിയുടെ റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല ചൂട് എണ്ണയിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടതുകൊണ്ട് തന്നെ വേഗം കുക്കായി കിട്ടും. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടിയൊക്കെ കുക്കായിട്ടുണ്ട്. നമുക്കിത് കറിയിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഈ ഒരു മോരുകറി ആണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഉടനെ തന്നെ ഉപയോഗിക്കരുത് കേട്ടോ. കണ്ടോ, അപ്പോൾ നമ്മുടെ മോരുകറിക്ക് നല്ല ഭംഗിയുള്ളൊരു കളറായി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു മോരുകറിയൊക്കെ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന സമയമാകുമ്പോൾ ഉപയോഗിക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മോരുകറി തേങ്ങ അരയ്ക്കാതെ വേഗം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. കുമ്പളങ്ങയും ഇതുപോലെ തന്നെ ചെയ്യാം, വെള്ളരിക്കയും ചെയ്യാം. വെള്ളരിക്കയ്ക്ക് ആയിരിക്കും കൂടുതൽ ടേസ്റ്റ് മോരുകറി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.